ഗുഡ് മോർണിംഗ് ഗൈസ്. ഫിറ്റ്വേ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഹിൽട്ടണിൽ വന്നായിരുന്നു കേട്ടോ. ഹിൽട്ടണിൽ പാസഞ്ചറെ ഇറക്കി ഇങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം 5 പാം ഹോട്ടലാണ് കേട്ടോ. എല്ലാവരെയും ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യയും കോടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചില്ലേ? നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പൈലറ്റിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൈലറ്റിനെ പിക്കപ്പ് ചെയ്യുന്നത് സ്പ്രിങ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രിങ്സിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ്. ഫൈനലി നമ്മൾ അങ്ങനെ സ്പ്രിങ്സിൽ എത്തിയിരിക്കുകയാണ്. പൈലറ്റ് ഓൾറെഡി റെഡി ആയിരിക്കുന്നുണ്ടാവും കേട്ടോ. അവർ കറക്റ്റ് ടൈമിനെ പുറത്തിറങ്ങി വരുള്ളൂ. നമ്മളെ വണ്ടി എത്ര നേരത്തെ ചെന്നിട്ടും കാര്യമില്ല. അവരുടേതായിട്ടുള്ളൊരു ടൈമുണ്ട്. ആ ടൈമിന് ചിലപ്പോൾ 1-2 മിനിറ്റ് മുന്നേ ഇറങ്ങി വരും. അതാണ് സാധാരണ ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇതാണ് നമ്മളെ പൈലറ്റിന് എടുക്കേണ്ട വില്ല. അങ്ങനെ നമ്മൾ പൈലറ്റിനൊക്കെ എടുത്തിട്ട് നേരെ എയർപോർട്ടിൽ വെച്ചിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ HQ പൈലറ്റിനെ വിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇതാണ് HQൻ്റെ ഡിപ്പാർച്ചർ ഏരിയ. നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണും കേട്ടോ. അങ്ങനെ HQ പാസഞ്ചറെ വിട്ടിട്ട്, അതായത് പൈലറ്റിനെ വിട്ടിട്ട് നമ്മൾ അറൈവലിലേക്ക് വന്നാണ് ഗൈസ്. എയർപോർട്ടിൽ ഫുള്ള് വണ്ടിയാണ്. വലിയ ഓട്ടമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ.
ചിലപ്പോൾ നമുക്ക് സ്റ്റേജിങ് ഏരിയയിൽ പോയിട്ട് നിൽക്കേണ്ടി വരും, അവിടെ പാർക്കിംഗ് ഇല്ലെങ്കിൽ. സിറ്റി വാക്കിൽ വന്ന കേട്ടോ, 2:30 മണിക്കുന്ന് സിറ്റി വാക്കിലേക്ക് വന്ന് പാസഞ്ചർ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളെ റൈറ്റ് സൈഡിൽ കൊക്കക്കോല അറീന ആണ്. ഇവിടെയാണ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ റൈറ്റ് കയറിയിട്ട് നേരെ ദുബായ് മാളിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ കൂടിയാണ് കേട്ടോ പോണത്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ദുബായ് മാള്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ നല്ല ട്രാഫിക്കാണ് എയർപോർട്ടിലേക്ക് കേട്ടോ. നമ്മൾ ഒരു പാസഞ്ചറെ കൊണ്ട് ഇറക്കിയതേ ഉള്ളൂ. അൽസഫ പോയിണ്ടായിരുന്നു. അൽസഫ പോയി വന്ന് നേരെ ഡിപ്പാർച്ചറിൽ പാസഞ്ചറെ വിട്ടപ്പം നമ്മൾ ഒരു കോഫി വാങ്ങിയിട്ട് നേരെ പാം ജുമേര 5 പാമിലേക്ക് പോവാണ് കേട്ടോ. 5 പാമിൽ നിന്ന് ഒരു പാസഞ്ചർ എടുക്കാണ്ട്, ആ പാസഞ്ചർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോകുന്ന വഴിയാണ്. എന്താണെന്നറിയില്ല, രാവിലെ നല്ല തിരക്കാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ഫുൾ ടൈറ്റാണ് കേട്ടോ. ഡിഫൻഡർ കയറി പോകാൻ നോക്കി ഗൈസ്, ഇതൊരു ഭംഗിയാണ്. ഷെയ്ഖ് സായിദ് റോഡിലുള്ള സമയത്തെ കാഴ്ചയാണ് ഗൈസ്. സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ കേട്ടോ. സൈഡില് സൂര്യൻ ഉദിക്കുന്നുണ്ട്. പാമിലേക്കുള്ള എക്സിറ്റ് കയറാൻ വേണ്ടി പോകണ്ടോ. എക്സിറ്റ് 34 ആണ് പാമിലേക്കുള്ള
നേരെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഫുള്ള് റോഡൊക്കെ ചെറുതാക്കി. ഇവിടുന്നാണ് നമ്മൾ ടേൺ ചെയ്തിട്ടുണ്ട് നേരെ ജുമേര പാം ഐലൻഡിലേക്ക് കയറാനുള്ള എക്സിറ്റാണ് ഇത്. നേരെ മുന്നോട്ട് നോക്കിയാൽ കാണാം നമുക്ക് മറീന സൈഡിലുള്ള ബിൽഡിംഗ് ഒക്കെ ആണ് കാണുന്നത്. ഈ മുന്നിൽ കാണുന്ന ഈ ബിൽഡിംഗ് കണ്ട 3 ബിൽഡിംഗ് ഇത് വർഷങ്ങളോളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണി ഇതിലായിട്ട് തീരുന്നില്ല കേട്ടോ. എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ശേഷമൊക്കെ എത്രമാത്രം ബിൽഡിങ്ങുകള് ഓപ്പൺ ആയെന്നറിയോ. ഇത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് അറിയില്ല കേട്ടോ. കുറെ കാലങ്ങളോളം ഞാൻ ഇവിടെ വന്ന കാലം മുതൽ കാണാൻ തുടങ്ങിയ ബിൽഡിംഗാണ്. പക്ഷെ ഇതുവരെയായിട്ട് അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും പണി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരെ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ആണ് 5 പാം. പക്ഷെ നമുക്ക് അണ്ടർപാസിന്റെ ഉള്ളിൽ കൂടി ടേൺ ചെയ്തിട്ട് വരണം കേട്ടോ. ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെയുള്ള റോഡാണ് നമുക്ക് തിരിഞ്ഞ് യൂട്ടേൺ അടിച്ച് വരാനുള്ള റോഡ്. നമുക്ക് ഇവിടുന്ന് സർവീസ് റോഡിലേക്ക് കയറിയിട്ട് നേരെ ആ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടി യൂട്ടേൺ അടിച്ചിട്ട് വരണം. അതാണ് നമ്മൾ ന്യൂട്രൺ അടിക്കുന്നുണ്ട്. റാഡിസൺ ബ്ലൂ അതേമാതിരി തന്നെ വെസ്റ്റ് ബീച്ചൊക്കെ ഈ ഭാഗത്താട്ടോ. ഈ സർവീസ് റോഡില് ലാസ്റ്റ് കിട്ടുന്ന ലാസ്റ്റത്തേല് ഒന്നാമതോ രണ്ടാമതോ കിട്ടുന്ന ബിൽഡിംഗ് ആണ് നമുക്ക് പാസഞ്ചർ പിക്ക് ചെയ്യാനുള്ള ഹോട്ടൽ കേട്ടോ. ലൈനിലൊക്കെ ഉള്ള ഹോട്ടൽസ് ആണ്. മാരിയറ്റ് ഉണ്ട്, ഹിൽട്ടൺ ഉണ്ട്, അതേമാതിരി തന്നെ ഫയർമൗണ്ട് ഉണ്ട്. ഒക്കെ ഈ സൈഡിലാട്ടോ വരുന്നത്. ഇതാണ് 5 പാം. ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
നമുക്ക് മുന്നോട്ട് പാർക്ക് ചെയ്യാം. സൈഡിലൊക്കെ നിർത്തിയിട്ട വണ്ടികളുണ്ടാവും. ഗൈസ്, നമ്മളെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഡിപ്പോയിലേക്ക് പോവാണ് ഗൈസ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നേരെ ഡിപ്പോയിൽ പോയിട്ട് വണ്ടി ഫ്യൂലൊക്കെ ചെയ്ത് വണ്ടി വാഷൊക്കെ ചെയ്ത് പാർക്ക് ചെയ്യണം. എന്നിട്ട് നേരെ റൂമിലേക്ക്. അപ്പൊ ഗൈസ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന വഴിയാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. എയർപോർട്ടിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് എയർപോർട്ടൊന്ന് ഫ്രീ ആവട്ടോ. ഒരേര വരെ നല്ല തിരക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ ഉദിച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടോ. റോഡൊക്കെ ഫ്രീ ആയി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ സപ്പോർട്ട്